നമസ്കാരം. നമുക്ക് ഒബ്സ്ട്രറ്റിക്കൽ എമർജൻസീസ് അതായത് ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി പെയിൻ എടുത്ത് കിടക്കുമ്പോൾ കുറെ എമർജൻസീസ് ഉണ്ടാകാറുണ്ട്. നമുക്ക് ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള 2-3 എമർജൻസീസിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഉദാഹരണം ഷോൾഡർ ഡിസ്റ്റോഷ്യ, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അതുപോലെ തന്നെ അബ്രപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നത് കോഡ് പ്രൊലാപ്സിനെ പറ്റിയാണ്. അത് ആക്ച്വലി ഒരു പേഷ്യന്റ് റീസെന്റ് എൻ്റെ ഒ പിയിൽ വന്നു. ഏർലി പ്രഗ്നൻസി ആണ്, സെക്കൻഡ് പ്രഗ്നൻസി ആണ്, മുന്നത്തെ സിസേറിയൻ ആയിരുന്നു. ഞാൻ അവരുടെ അടുത്ത് മുന്നത്തെ എന്തുകൊണ്ട് സിസേറിയൻ ആയി എന്ന് റീസൺ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് കുട്ടിയുടെ തല വരുന്നതിന് മുന്നേ തന്നെ മറു ഇറങ്ങി വന്നു, അതുകൊണ്ടാണ് സിസേറിയൻ ചെയ്തത് എന്നുള്ളതാണ്. ആക്ച്വലി അത് പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എന്താണ് കാരണം എന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഡിസ്ചാർജ് സമ്മറി എടുത്ത് നോക്കിയപ്പോഴാണ് കോഡ് പ്രൊലാപ്സ് ആയിരുന്നു അതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താണ് കോഡ് പ്രൊലാപ്സ് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു കാരണം പറയാൻ ഉണ്ടായത്. ഇന്ന് എന്താണ് കോഡ് പ്രൊലാപ്സ്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയുള്ളവർക്ക് അത് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പൊ എന്താണ് കോഡ് പ്രൊലാപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴ്ഭാഗം അതായത് കുട്ടിയുടെ പ്രസന്റിങ് പാർട്ട്, അതായത് കുട്ടിയുടെ താഴെ ഇരിക്കുന്ന ഭാഗം, അത് ചിലപ്പോൾ ബ്രീച്ച് ആയിരിക്കാം, അതായത് ബട്ടക്സ് ആയിരിക്കാം താഴെ ഇരിക്കുന്നത്, ചിലപ്പോൾ കാലുകളായിരിക്കാം താഴെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ തലയായിരിക്കാം താഴെ ഇരിക്കുന്നത്. ഏത് ഭാഗമാണോ താഴെ ഇരിക്കുന്നത് അതിനും ഫ്രണ്ടിലായി പൊക്കിൾ കൊടി ഇരിക്കുകയാണെങ്കിൽ, അതായത് അംബിലിക്കൽ കോഡ് ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോഡ് പ്രൊലാപ്സ് എന്ന് പറയുക. അത് ചിലപ്പോൾ ചാടി പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ചിലപ്പം അതിന്റെ സൈഡിൽ, അതായത് തല ഇരിക്കുകയാണെങ്കിൽ തലയുടെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ തലയുടെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നുണ്ടാകാം. അതിനെയാണ് നമ്മൾ കോഡ് പ്രൊലാപ്സ് എന്ന് പറയുക. ഇത് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 ഡെലിവറി എടുത്താൽ അതിൽ ഒരാൾക്ക് ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇതൊരു എക്സാക്ട്ലി ഒരു എമർജൻസിയാണ്. കാരണം ഇത് നമ്മൾ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കുക എന്നുള്ളതാണ് കുട്ടിയെ നമുക്ക് ജീവനോടെ കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത്. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരും. അത്രയും വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ ജീവൻ പോകാനുള്ള കാരണം ആണ് ഈ കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഈ കോഡ് പ്രൊലാപ്സ് കൂടുതലായിട്ട് വരുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ മാൽ പ്രസന്റേഷൻ, അതായത് കുട്ടി കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ അല്ലാതെ കിടക്കുക. അതിപ്പോ കുട്ടി കുറുകെ കിടക്കുന്നതാവാം, ചിലപ്പം ഊരഭാഗം താഴെയായിട്ട്, അതായത് ബ്രീച്ച് ആയിട്ട് കിടക്കുന്നതാകാം, അല്ലെങ്കിൽ കുട്ടിയുടെ കാലായിരിക്കാം താഴ്ഭാഗത്ത് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിൽ കുറുകെ കിടക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ പൊക്കിൾ കൊടി ചാടി താഴേക്ക് വരുന്നത്. കാരണം താഴ്ഭാഗത്ത് കുറുകെ കിടക്കുമ്പോൾ താഴ്ഭാഗത്ത് വേറൊന്നുമില്ല, അവിടെ പൊക്കിൾ കൊടി തന്നെ ഉണ്ടാവുള്ളൂ. വെള്ളം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചാടി അത് പുറത്തേക്ക് വരും. അത് ഏകദേശം 20% ട്രാൻസ്വേഴ്സ് ഉള്ളവർക്ക് കോഡ് പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫുഡ്ലിംഗ് പ്രസന്റേഷൻ, കാലുകളാണ് ആദ്യം ഇരിക്കുന്നതെങ്കിൽ കുട്ടിയുടെ കാലുകൾ വളരെ ചെറുതാണ്. അത് കഴിയുമ്പോൾ അതല്ലാണ്ട് അതിന്റെ ഇപ്പുറത്തും അപ്പുറത്തും ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ടാകും. വെള്ളം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പേസ് വഴി പൊക്കിൾ കൊടി താഴേക്ക് ചാടി വരും. അപ്പൊ അത് ഏകദേശം 12%, അതായത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 12 പേർക്കും ഫുഡ്ലിംഗ് പ്രസന്റേഷൻ ഉള്ളവർക്ക് കോഡ് പ്രൊലാപ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കോമൺ ആയിട്ടുള്ള റീസൺ പറയുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയാണ്. അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടി ഡെലിവറി ആയി കഴിഞ്ഞ് രണ്ടാമത്തെ മെമ്പറൈൻ റപ്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം പൊട്ടി പോകുമ്പോൾ പെട്ടെന്ന് പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാൻ. കാരണം രണ്ടാമത്തെ കുട്ടിയുടെ തലയോ അല്ലെങ്കിൽ ഊരഭാഗമോ പ്രോപ്പർലി അവിടെ ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോളിഹൈഡ്രാമിയോസ്, അതായത് വെള്ളം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പൊക്കിൾ കൊടി പെട്ടെന്ന് ചാടി പുറത്തേക്ക് വരാം. കാരണം തല പ്രോപ്പർലി ഫിക്സ്ഡ് ആയിരിക്കില്ല. വെള്ളം കൂടുതലുള്ള അമ്മമാർക്ക് തല പെട്ടെന്ന് ഫിക്സ് ആവത്തില്ല. അതുപോലെ തന്നെ നീളമുള്ള കോഡാണ് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാം. അതുപോലെ മൾട്ടി ഗ്രാവിഡ, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇടുപ്പെല്ലിലേക്ക് കുട്ടിയുടെ തല ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 2, 3, 4 ഒക്കെ പ്രഗ്നൻസികളാവുമ്പോൾ പെയിൻ വന്നു കഴിഞ്ഞാലായിരിക്കും കുട്ടിയുടെ തല ഉള്ളിലേക്ക് ഇറങ്ങുക. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നേരത്തെ തന്നെ പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാം. അതുപോലെ തന്നെ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ വെള്ളം പൊട്ടിച്ചു വിടുമ്പോൾ, അതായത് ഡോക്ടേഴ്സ് പെയിൻ കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം പൊട്ടിച്ചു വിടുന്ന സമയത്ത് താഴ്ഭാഗം പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടില്ലാത്ത സ്ഥലത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേർഷൻസ് ചെയ്യുമ്പോൾ, ഇപ്പൊ കുട്ടിയുടെ ഊര താഴെ ആയിരുന്നത് തലയാക്കി എടുക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ ട്വിൻ പ്രഗ്നൻസിയിൽ രണ്ടാമത്തെ കുട്ടി നമ്മൾ കാല് പിടിച്ച് വലിച്ച് കുട്ടിയെ ഡെലിവറി ആക്കാൻ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിലും പൊക്കിൾ കൊടി ചാടി പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, എങ്ങനെ ഡയഗ്നോസ് ചെയ്യും കോഡ് പ്രൊലാപ്സ് ആണ് എന്നുള്ളത്? ഒന്ന് മെയിൻ ആയിട്ട് അത് PV ചെയ്ത്, അതായത് ഉള്ളു പരിശോധിച്ചിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പൊക്കിൾ കൊടി ചാടി പുറത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആവും എന്നുള്ളതാണ്.
ഇനി അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു നമ്മൾ എന്ത് ചെയ്യണം? എമർജൻസി ആയിട്ട് കുട്ടിയെ ഡെലിവറി ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മോർട്ടാലിറ്റി അഥവാ കുഞ്ഞിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് 15%. 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 15 പേരും മരിച്ചിരിക്കും. അത്രയും എമർജൻസിയാണ്. എന്തുകൊണ്ട് എമർജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊക്കിൾക്കൊടി ചാടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിന്റെ വെസൽ അതിനുള്ളിൽ കുഞ്ഞിലേക്കുള്ള രക്തോട്ടം പോകുന്ന രക്തധമനികളുണ്ട്. അത് പെട്ടെന്ന് സ്പാസമായി പോകാനും അതിന്റെ നിന്ന് കുഞ്ഞിലേക്കുള്ള രക്തം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവാനും അങ്ങനെ കുട്ടിയിലേക്കുള്ള രക്തം നിന്ന് കുട്ടി പെട്ടെന്ന് മരിച്ചു പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ സിസേറിയൻ വിത്തിൻ 10 മിനിറ്റ്സ് നമ്മൾ സിസേറിയൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് അതായത് കുട്ടികളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് 15% നിന്നും 5%ത്തിലേക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഓക്കെയാണ്, താഴ്ഭാഗം വികസനം നേരാനായിട്ടില്ല, ഹോട്ട് പ്ലാസ് ആണ് ഡയഗ്നോസ് ചെയ്തു, സിസേറിയൻ ഈസ് നീഡഡ്. അത് എമർജൻസി സിസേറിയൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. രണ്ടാമത് ഒരു സിറ്റുവേഷൻ വരുന്നത് പുള്ളി വികസനമൊക്കെ ആയി കുട്ടിയുടെ തല ഇറങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ പൊക്കിൾക്കൊടി താഴേക്ക് ചാടി വന്നു എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാക്വമോ അല്ലെങ്കിൽ ഫോസപ്സോ എന്തെങ്കിലും ഇട്ട് പെട്ടെന്ന് കുട്ടീനെ ഡെലിവറി ആക്കാൻ നോക്കാം. ഇനി കോഡ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് വെള്ളം പൊട്ടിപ്പോയിട്ടില്ല, മെംബ്രെയിൻ ഉണ്ട്, പക്ഷേ നമുക്ക് അതിൽ കൂടെ ആദ്യം ഫീൽ ചെയ്യാൻ പറ്റുന്നത് പൊക്കിൾക്കൊടിയാണ് എന്നുണ്ടെങ്കിൽ 100% അങ്ങനത്തെ പേഷ്യന്റ് കോഡ് പ്രൊലാപ്സ് ആയി മാറും. കുട്ടിക്ക് മരണസാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എലക്റ്റീവ് ആയിട്ട് സിസേറിയന് വെക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ഇനി നമ്മൾ കോഡ് പ്രൊലാപ്സ് ഡയഗ്നോസ് ചെയ്തു, പക്ഷെ എമർജൻസി ആയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇല്ല. മേ ബി ഒരു അനസ്തെറ്റിസ്റ്റ് ഇല്ലാത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് സിസേറിയൻ ചെയ്യാൻ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ പീനി നോക്കാനായിട്ട് ഉള്ളിലേക്ക് ഇട്ട കൈ അത് വെച്ചിട്ട് കുട്ടിയുടെ തല മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തെ ഭാഗം ഉള്ളിലേക്ക് തള്ളിപ്പിടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് വന്ന് പ്രസ്സായി പൊക്കിൾക്കൊടി പ്രസ്സായി കുട്ടിയിലേക്കുള്ള രക്തോട്ടം കോംപ്രമൈസ് ആവാതെ ഇരിക്കും. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രസഞ്ചിയിലേക്ക് നമുക്ക് ട്യൂബ് ഇട്ട് മൂത്രസഞ്ചി നിറച്ച് വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളതാണ്. മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുമ്പോൾ കുട്ടിയുടെ തല താഴേക്ക് വന്ന് അത് പൊക്കിൾക്കൊടിയിൽ പ്രസ് ചെയ്യത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഓക്സിജൻ വെച്ച് കൊടുക്കുക, അമ്മയുടെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മയെ നീ ചെസ്റ്റ് പൊസിഷനിൽ കിടത്തുക എന്നുള്ളതാണ്. അതായത് ആന ഇരിക്കും പോലെ, ആന കളിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കും പോലെ കൈയും കാലും കുത്തിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടിയുടെ തല വന്ന് ആ പൊക്കിൾക്കൊടിയിൽ പ്രസ് ആവാതെ ഇരിക്കും. അങ്ങനെ നമുക്ക് പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പോയി പൊക്കിൾക്കൊടിയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വീണ്ടും അത് പോയി തൊടാതിരിക്കുക. അത് പോയി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ മാറി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തുള്ള വെസൽസ് അഥവാ രക്തധമനികൾക്ക് സ്പാസം വരികയും പെട്ടെന്ന് അത് ചുരുങ്ങി പോവുകയും അങ്ങനെ കുട്ടിയിലേക്കുള്ള രക്തഓട്ടം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ നമുക്ക് അമ്മയ്ക്ക് ഓക്സിജൻ വെച്ച് കൊടുക്കാം. എമർജൻസി ആയിട്ട് കുട്ടിയെ പുറത്തെടുക്കുക അല്ലെങ്കിൽ ഡെലിവറി ആക്കുക എന്നുള്ളതാണ് കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നന്ദി, നമസ്കാരം.